What's happening people, this is Kochi Machan and welcome back to another vlog. Yes, അപ്പോൾ ക്യാപ്ഷനിൽ കണ്ട പോലെ തന്നെ മോജോയ്ക്ക് കിട്ടി 8ൻ്റെ പണി അല്ലേ. 8ൻ്റെ പണി എന്ന് വെച്ചാൽ ഒരു 1.5 മാസം മുമ്പ് സംഭവിച്ച കാര്യമാണ്. അപ്പോൾ എനിക്ക് ഇന്നാണ് അതിൻ്റെ പാർട്സും കാര്യങ്ങളും കിട്ടിയ റിപ്പയർ ചെയ്യാനുള്ള ഒരു 2-3 മണിക്കൂർ വഴി കിടക്കേണ്ടി വന്നു. അപ്പോൾ എന്താ പണി കിട്ടിയെന്നൊക്കെ നമുക്കിനി വീഡിയോയിലൂടെ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്താ പണി കിട്ടിയത്? യെസ്, എനിക്ക് കിട്ടിയത് ഫ്യൂവൽ ലൈനിലാണ് പണി കിട്ടിയത്. ഓക്കെ, വണ്ടിയിൽ നിന്നൊരു പണി കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ? ഇത് മോജോ മഹീന്ദ്രയുടെ അല്ല ഫ്യൂവൽ പൈപ്പ് പൊട്ടി. വണ്ടിയുടെ ഫ്യൂവൽ ലൈൻ ക്രാക്കായി. കാര്യം 2 വർഷം ഇരുന്നൊരു വണ്ടിയായിരുന്നു. ഞാൻ ഫ്യൂവൽ ലൈൻ മാറ്റേണ്ടതായിരുന്നു, മാറ്റിയില്ല. അത് ഞാൻ പ്രതീക്ഷിച്ചില്ല ഫ്യൂവൽ ലൈനിൽ ഇങ്ങനത്തെ ഒരു പണി കിട്ടുന്നു. അതിൻ്റെ റബ്ബർ റോസ് ആണല്ലോ, അപ്പോൾ അത് ക്രാക്കായിപ്പോയി. കുറേ നാൾ ഇരുന്നതുകൊണ്ട് കുറച്ച് ദൂരം വണ്ടി, അതായത് ആദ്യമായിട്ടാണ് വണ്ടി അത്രയും കിലോമീറ്റർ എൻ്റെ കൈ കിട്ടിയിട്ട് ഓടണം. അപ്പോൾ അന്ന് അത്രയും ചൂടായതുകൊണ്ട് ചിലപ്പോൾ അതിൻ്റെ ഫ്യൂവൽ ലൈൻ ക്രാക്കായിപ്പോയി. അങ്ങനെ ഒരു 2.5-3 മണിക്കൂർ റോട്ടി പോസ്റ്റായി കിടക്കേണ്ടി വന്നു. അതിൻ്റെ ഫ്യൂവൽ ലൈൻ ഭയങ്കര ക്വാളിറ്റിയാണ്, ഒരു രക്ഷയില്ല. കാറിൻ്റെയൊക്കെ എനിക്ക് നോക്കിയിടേണ്ടി വന്നു. ഒരു ബൈക്കിൻ്റെയും സൂട്ടാവുന്നുണ്ടായില്ല. ഒരു ബൈക്കിൻ്റെ ഇട്ടിട്ടും അതിൻ്റെ പ്രഷർ താങ്ങി നിൽക്കുന്നുണ്ടായില്ല. അപ്പോൾ അത് കാരണം കുറേ തപ്പേണ്ടി വന്നു. എൻ്റെ ലാസ്റ്റ് ഒരു മാരുതി കാറിൻ്റെയാണ് ഞാൻ എടുത്തിട്ടത്. എന്നിട്ടാണ് വണ്ടി വീട്ടിലെത്തിയത്. പക്ഷേ വീട്ടിലെത്തിയിട്ടായാലും അതും നിന്നില്ല, അതും പിന്നെയും എനിക്ക് മാറേണ്ടി വന്നു. അപ്പോൾ ഇന്ന് നമ്മളത് റിപ്പയർ ചെയ്യാൻ പോകുന്ന സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഫൈനലി ഒരു 3-4 ആഴ്ച കഴിഞ്ഞിട്ടാണ് എനിക്ക് പാർട്സ് കിട്ടിയത്. ഫുൾ ക്ലോസ്ഡ് ആയിരുന്നില്ല. അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് പാർട്സ് എത്തിയത്. അപ്പോൾ സാധനങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എന്തൊക്കെയാണ് വന്നേക്കണമെന്ന്. കുറച്ച് സാധനങ്ങൾ, അതായത് നമ്മുടെ ബാക്ക് മോഡിഫൈ ചെയ്യാനുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നതായി. അതിൻ്റെ എല്ലാ പാർട്സും വന്നിട്ടില്ല, കുറച്ച് പാർട്സേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എന്തായാലും ഫ്യൂൽ ഫിൽറ്റർ മാറുക. ഫ്യൂൽ ഫിൽറ്ററിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 166 റുപ്പീസാണ് ഫ്യൂൽ ഫിൽറ്റർ. 2 ഫ്യൂൽ ഫിൽറ്ററുണ്ട്. ഇത് സെക്കൻഡറി ഫ്യൂൽ ഫിൽറ്ററാണ്. പിന്നെ ഫ്യൂൽ ലൈൻ ഒന്ന് ഇഞ്ചക്ടറിൽ നിന്ന് വന്ന് ഫിൽറ്ററിലേക്ക് വന്ന് ഫിൽറ്ററിൽ നിന്ന് നമുക്ക് തിരിച്ചങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ 2 ഫ്യൂൽ ലൈൻ ഉണ്ട്. ആ ഫ്യൂൽ ലൈൻ ഒരെണ്ണത്തിന് 48 രൂപയും ഒരെണ്ണത്തിന് 39 രൂപയും. അപ്പോൾ 2 ഫ്യൂൽ ലൈനും കൂടെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ വന്ന സാധനം എന്ന് വെച്ചാൽ നമ്മുടെ റിയർ ഹഗ്ഗർ. നമ്മുടെ വണ്ടിക്ക് റിയർ ഹഗ്ഗർ വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് ഇതിൻ്റെ ഹഗ്ഗറല്ല നമുക്ക് ആവശ്യം, ഇതിൻ്റെ സ്റ്റേ ആണ്. അപ്പോൾ സ്റ്റേ ഞാൻ വാങ്ങിയിട്ടുണ്ടായി. സ്റ്റേയുടെ റേറ്റ് ഇതിൽ എഴുതിയിട്ടില്ല. ഇതൊരു ഫുൾ സെറ്റായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം 400, 450, 500 രൂപ ആ റേഞ്ചിലുണ്ട് ഈ ഹഗ്ഗർ ഫുൾ സെറ്റിന്. അപ്പോൾ നമ്മുടെ ബാക്കിലത്തെ മോഡിഫിക്കേഷൻ നമ്മൾ പയ്യെ തുടങ്ങാൻ പോകുന്നതാണ്. പക്ഷേ അത് അടുത്തൊരു വീഡിയോ ചെയ്യാം. ഇന്ന് നമ്മൾ നമ്മുടെ ഫ്യൂൽ ലൈൻ റിപ്പയർ ചെയ്യാൻ പോകണം. പിന്നെ അതുകൂടാണ്ട് നമുക്ക് മഹീന്ദ്രയുടെ അല്ല വേറൊരു പാക്കേജും കൂടെ വന്നിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹാൻഡിൽ ബാർ റേസറിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ നമ്മുടെ ഹാൻഡിൽ ബാർ റേസറാണ് ഇത് വന്നേക്കണേ. ലൂവിയ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് എനിക്കിത് അയച്ചു തന്നേക്കണേ. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റിയാണ്. അതുകൂടാണ്ട് അതിലവർ ഒരു അടിപൊളി സാധനവും ചെയ്തിട്ടുണ്ട്. അതുകൂടെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് എക്സ്റ്റെൻഡഡ് ബോൾട്ട്. ഹാൻഡിൽ ബാർ റേസർ വെക്കുമ്പോൾ നമുക്ക് വലിയ ബോൾട്ട് വേണമല്ലോ, അപ്പോൾ അതും പാക്കേജ് അവരുടെ ഒപ്പം അവരയച്ചു തരുന്നത് നല്ലൊരു കാര്യമാണത്. നമ്മൾ തപ്പി നടക്കേണ്ട ആവശ്യമില്ല ഈ സാധനം. അപ്പോൾ ഹാൻഡിൽ ബാർ റേസേഴ്സ്, വണ്ടി റെഡ് കളർ ആയതുകൊണ്ട് റെഡ് കളർ ഹാൻഡിൽ ബാർ റേസേഴ്സാണ് അവർ അയച്ചു തന്നേക്കണേ. അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഒന്നും പറയില്ല. താങ്ക് യു ലൂവിയ, താങ്ക് യു സോ മച്ച്. അപ്പോൾ അവർക്ക് കുറേ എല്ലാ വണ്ടിയുടെയും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് കുറേ വണ്ടിയുടെ ഹാൻഡിൽ ബാർ റേസേഴ്സും പിന്നെ കുറേ ആക്സറീസും ക്രാഷ് ഗാർഡ്സ്, വൈസേഴ്സ്, സാഡിൽ സ്റ്റേ, ടോപ്പ് ബോക്സ് കാരിയർ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് അവരുടെ ആക്സറീസ്. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അതിലേക്ക് പോയി നിങ്ങൾക്ക് നോക്കിയാൽ അവരുടെ എല്ലാ കാര്യങ്ങളും, എല്ലാ ക്രാഷ് ഗാർഡ്സ് ആയാലും ഹാൻഡിൽ ബാർ റേസേഴ്സ് ആയാലും കുറേ ആക്സറീസ് ഉണ്ട്. കുറേ വണ്ടികൾക്ക് ഡോമിനാർ, മോജോയ്ക്ക് ഉണ്ട്, പിന്നെ FC, അങ്ങനെ കുറേ വണ്ടികൾക്കുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അവരുടെ ലിങ്കിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് തുറന്ന് കാണിച്ചു തരാം. ഇതാണ് സാധനം, കണ്ടോ? കൊച്ചി മച്ചാന്ന് പേരൊക്കെ എഴുതി തരും. ഇത് എനിക്ക് മാത്രമല്ല കേട്ടോ, അത് ആരെ ഓർഡർ ചെയ്താലും നിങ്ങൾക്ക് പേര് വേണമെങ്കിൽ അതിൽ പേര് മേടിച്ചു തരും. റെഡ് കളറാണ്, അടിപൊളി ഫിനിഷാണ്, CNC ഫിനിഷാണ് മൊത്തം. അപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഒരു രക്ഷയില്ല. കൊച്ചി മച്ചാൻ 2ലും ഉണ്ട്, 2ലും കൊച്ചി മച്ചാന്നും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇറ്റ്സ് സോ ഹാർഡ്. പാക്കിംഗ് ഒക്കെ അടിപൊളിയാട്ടോ, ഒന്നും പറയാനില്ല. കണ്ടോ, ഇതും 2ാമത്തെ, ഇതിലും കൊച്ചി മച്ചാന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ ഫിക്സ് ചെയ്യുന്നതായിരിക്കും കേട്ടോ പയ്യെ. ഇതിപ്പോൾ എനിക്ക് ചെയ്യും ഫ്രണ്ടിലത്തെ സസ്പെൻഷൻ കുറച്ച് താത്തണം, എന്നിട്ട് ആണ് ഞാനത് ഫിക്സ് ചെയ്യാൻ പോണേ. പിന്നെ നമ്മൾ പയ്യെ നമ്മുടെ ക്വിക്ക് ത്രോട്ടിലും കാര്യങ്ങളൊക്കെ കയറ്റാൻ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ തുടങ്ങാമല്ലേ റിപ്പയറിങ് പരിപാടി. അപ്പോൾ കണ്ടോ, ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ.
ഇവിടെ നിന്നാണ് ലീക്ക്. ഞാൻ ജസ്റ്റ് ഒരു പ്രാവശ്യം കാണിച്ചു തരാം, നോക്കിക്കോ ലീക്ക് എന്താ സംഭവിക്കാൻ പോണെന്ന്. സ്റ്റാർട്ടാക്കുമ്പോൾ കണ്ടോട്ടോ, ഞാൻ കീ ഓൺ ചെയ്യുക. ഓക്കെ, ഭാഗ്യത്തിന് കീ ഓൺ ചെയ്തപ്പോൾ വന്നില്ല. കണ്ടോ ഇവിടെ നിന്ന് ലീക്ക് തുടങ്ങുന്നുണ്ടോ? നിങ്ങൾക്ക് നനഞ്ഞിരിക്കുന്നുണ്ടോ അവിടെ? ഇവിടെ നിന്നും ഈ ഓസാണ് പൊട്ടിപ്പോയി. ഇതൊരു മാരുതിയുടെ ഇട്ടേക്കണം. കണ്ടോ മേളിൽ നിന്ന് ലീക്ക് കണ്ടോ, അവിടെ നിന്ന് ലീക്ക് കണ്ടോ? അതാണ് ഇഞ്ചക്ടറിൻ്റെ മൗത്താണത്. ഇഞ്ചക്ടറിൻ്റെ മൗത്തിൻ്റെ അവിടെ നിന്ന് ലീക്ക് കണ്ടോ? അപ്പോൾ ഇതിപ്പോൾ വയർ ടൈയൊക്കെ വെച്ച് അഡ്ജസ്റ്റ്മെൻറ്റിൽ വണ്ടി വീട് വരെ എത്താൻ വേണ്ടി ചെയ്ത പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു ഫുൾ പോർഷനാണ് നമ്മളിന്ന് മാറ്റാൻ പോണത്. നോക്കിയോട്ടെ ഇപ്പോൾ ലീക്ക്. ഇതാണ് ഞാൻ പറഞ്ഞ ലീക്ക്. അപ്പോൾ ഈ ലീക്ക് നമ്മൾ മാറ്റുന്നതാണ്. ഇത് വഴി വെച്ച് പെട്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഭയങ്കര ഫോഴ്സായത്. ഇപ്പോൾ പിന്നെ അത്യാവശ്യം വയർട്ടേക്ക് ഇട്ട് വെച്ചേക്കുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഈ ഫ്യൂൽ ഫിൽറ്റർ മാറുന്നതാണ്. ഈ ഫ്യൂൽ ഫിൽറ്റർ മാറുന്നതെന്ന് വെച്ചാൽ മാറുമ്പോൾ മൊത്തത്തിൽ മാറിയേക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും എല്ലാം പഴയതാണല്ലോ, അപ്പോൾ നമുക്ക് പുതിയ ഫ്യൂൽ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് പണി തുടങ്ങാം അല്ലേ. ഫസ്റ്റ് തന്നെ നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഊരിക്കളയാം. എന്തായാലും വയർ ടൈ ഈസ് എ മസ്റ്റ്. ഒരു റൈഡ് പോകുമ്പോൾ എന്തായാലും പിടിച്ച് വെക്കേണ്ട അല്ലെങ്കിൽ വാങ്ങിച്ച് കൈ വെക്കേണ്ട ഒരു സാധനമാണ് വയർ ടൈ. ഉണ്ടോ വെള്ളം വില തുറന്നിട്ട പോലെ കുറേ പെട്രോൾ പോകുന്നതായിരിക്കും. ഓ മൈ ഗോഡ്, ദാറ്റ് ഈസ് എ ലോട്ട് ഓഫ് പെട്രോൾ. പോയില്ലേ, കണ്ടോ എത്ര പെട്രോളാണ് പോയി. അത് ഈ ഫിൽറ്ററിൻ്റെ അകത്തും ഈ ലൈനിലുള്ള പെട്രോളാട്ടോ മൊത്തം. ഇത് ഊരൽ ഭയങ്കര പണിയാട്ടോ. അടിയിൽ അകത്ത് അങ്ങ് കൈയിട്ടൊക്കെ ഊരിയെടുക്കണം. അപ്പോൾ കണ്ടോ രണ്ട് സൈഡും വയർ ടൈക്ക് ഇട്ട് ചെയ്ത് വെച്ചേക്കുമായിരുന്നു ഫുള്ള്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ മാരുതിയുടെ ലൈൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിൽറ്റർ ഊരണം. ഫിൽറ്ററിൻ്റെ ഇവിടെ ഒരു ലോക്കുണ്ട്, നമുക്ക് അത് ഇപ്പുറത്തുണ്ട്. അതൊന്ന് എടുത്തിട്ട് മേളിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ഊരിയെടുക്കാം. ഓക്കെ, ഇതാണ് ഔട്ട്, ഇതാണ് ഇന്ന്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ പുതിയ ഫിൽറ്ററും പഴയ ഫിൽറ്ററും. വലിയ വ്യത്യാസമൊന്നുമില്ല. ഇത് കുറച്ച് അകത്ത് നോക്കിയാൽ കുറച്ച് ചെളിയൊക്കെ ഉണ്ട്, ഇത് ഇത്രയും കൂടെ ക്ലീനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിൽറ്ററിൻ്റെ സ്റ്റേ. ഫിൽറ്റർ ഇതിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ക്രാക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതും കൂടെ ഒന്ന് ഊരിയെടുക്കാനുണ്ട്, അതായത് നമ്മുടെ പമ്പിൽ നിന്ന് ഇഞ്ചക്ടറിലേക്ക് പോണത്. അപ്പോൾ ഇതാണ് നമ്മുടെ പമ്പിൽ നിന്ന് തന്നെ ലൈൻ, കണ്ടോ? ഇതാണ് ആ ക്ലിപ്പ്. ഇതിവിടെ ഭയങ്കര പാടാട്ടോ, ഞെക്കിയിട്ട് ഇങ്ങനെ വലിച്ച് പുറത്തേക്ക് ഇടണം, കഷ്ടപ്പെട്ടാണ് ഊരിയ. അപ്പോൾ നമുക്ക് ഇതും കൂടെ മാറിയേക്കാം. എന്തായാലും രണ്ടും വന്നല്ലോ. ഇതിന് കുഴപ്പമൊന്നും കാണുന്നില്ല. ഇതിൻ്റെ പൊട്ടൽ ഇതിൽ പൊട്ടലുണ്ട്. ഞാൻ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇതിൻ്റെ ഈ സൈഡ് കണ്ടോ, ഇവിടെയൊക്കെ ഈ സൈഡ് 2 ലെയറാണ് ഇതിൻ്റെ ഓസ് വന്നേക്കണേ, 2 ലെയർ. അപ്പോൾ 2 ലെയറിൽ നിങ്ങൾക്ക് ഈ സൈഡിൽ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. ഞെക്കുമ്പോഴത്തേക്കും ക്രാക്ക് വന്നുണ്ടോ, കുറേ ക്രാക്കുകൾ കണ്ടോ, ഈ ചെറിയ ക്രാക്കുകൾ കണ്ടോ. ആ ക്രാക്ക് ഇരുന്ന് വലിയ ക്രാക്കാവും. അതാണ് നമ്മുടെ ഫ്യൂൽ ലൈൻ അന്ന് നശിപ്പിച്ചത് പോയപ്പോൾ. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് ഉരെടുത്തേക്കാം. അപ്പോൾ ഇതാണ് ഔട്ട്ലെറ്റ്, ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ, കണ്ടോ, ഫ്യൂൽ ട്യൂബ് ഔട്ട്ലെറ്റ്. അപ്പോൾ ഇതാണ് ഔട്ട്ലെറ്റ്. അപ്പോൾ ഔട്ട്ലെറ്റ് എന്ന് പറയുമ്പോൾ പമ്പിൽ നിന്ന് പുറത്തേക്ക് പോകണം. അതാണ് നമ്മളിപ്പോൾ ഊരിയത്, കണ്ടോ, സെയിം ഷേപ്പ് തന്നെ. ക്ലിപ്പിട്ടു, ക്ലിപ്പ് ടൈറ്റാണ്, കുഴപ്പമില്ല. ഇനി നമുക്ക് ഫിൽറ്റർ പിടിപ്പിക്കാം. പമ്പിൽ നിന്ന് ഇന്ന്. അപ്പോൾ ഈ ഭാഗത്താണ് നമുക്ക് ഇത് പിടിപ്പിക്കേണ്ടത്. പമ്പിൽ നിന്ന് ഇന്ന്, പമ്പിൽ നിന്ന് ഫിൽറ്ററിലേക്ക് പോയി പിന്നെയാണ് ഇഞ്ചക്ടറിലേക്ക് പോകണത്. അപ്പോൾ ഇത് പമ്പിൻ്റെ ഔട്ട്, ഇത് ഫിൽറ്ററിൻ്റെ ഇന്ന്. പുതിയ ഫീൽഡിങ്ങിലും ഭയങ്കര പാടാട്ടോ ഇതകത്തേക്ക് കയറാൻ. ഫുള്ള് കയറ്റണം, നമ്മളോട് വെച്ച് നിർത്തിയത് ശരിക്കും ഫുള്ള് തള്ളി കയറ്റണം. പിന്നെ ഈ ഫ്യൂൽ ഫിൽറ്റർ തിരിച്ചു കൊടുത്താൽ ഫിൽറ്ററിങ് നടക്കില്ല, വെറുതെ വേസ്റ്റ് ആയിരിക്കും. ഒരു പേരിനോട് ഫിൽറ്റർ ഉണ്ടാകുന്നുള്ളൂ, അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കണം. തന്നപ്പോൾ നമുക്ക് ഫിറ്റ് ചെയ്യാം. ഇതിങ്ങനെ സെറ്റായിരിക്കും. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്കാണ് നമുക്ക് കണക്ഷൻ കൊടുക്കേണ്ടത്, ഇഞ്ചക്ടറിലേക്ക് പോകണത്. അപ്പോൾ അതിൻ്റെ ഓസാണ്
ഇത്, അതായത് ഇൻലെറ്റ്, ഫ്യൂൽ ട്യൂബ് ഇൻലെറ്റ്, നമ്മുടെ ഇഞ്ചക്ടറിലേക്ക് പോകണ ഇൻലെറ്റ്. അപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ച് ഒരു കയ്യിൽ ചുമ്മാ ഒരു തുള്ളി ഓയിലെടുത്ത് തേക്കുന്നുണ്ട്, അല്ലെങ്കിൽ കയറാൻ ഭയങ്കര പാടായിരിക്കും. ഇത് തേച്ച് കഴിഞ്ഞാൽ തന്നെ ലൂബ്രിക്കേഷൻ. ലോക്ക് എല്ലാം ചെക്ക് ചെയ്യണു. ലോക്ക്. എൻ്റെ ദൈവങ്ങളെ കാത്തോളണേ. അപ്പോൾ ലീക്ക് വല്ലതും ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം. ഞാൻ കണ്ടു, ഇതാണ് കണക്ഷൻ പിടിപ്പിച്ചേക്കണേ. ഇപ്പോൾ ഇവിടെ ഫുൾ സെറ്റ് ചെയ്തു. ഇപ്പോൾ ലീക്ക് ഇവിടെ നിന്നായിരുന്നു. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ലീക്ക് ഉണ്ടോ എന്ന് നോക്കിയോട്ടോ എന്തായാലും. കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എന്തായാലും പമ്പ് വർക്ക് ചെയ്തപ്പോൾ ലീക്കൊന്നും വന്നില്ല. ഇനി സ്റ്റാർട്ട് ചെയ്യാം. ലീക്കൊന്നും കാണിക്കണില്ല, പക്ഷെ വണ്ടി സ്റ്റാർട്ടാണുള്ള. സ്റ്റാർട്ടായി ഗൈസ്, സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ലീക്കുകൾ ഒന്നുമേ ഇല്ല. ലീക്കുകളൊന്നുമില്ല, എല്ലാം സെറ്റായി. ഇപ്പോൾ കുറച്ച് നേരം ഞാൻ വണ്ടി എന്തായാലും സ്റ്റാർട്ട് ചെയ്തിടുക. അപ്പോൾ ഈ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ദ ടാസ്ക്. ലീക്കൊന്നുമില്ല, കുറച്ചേരം വണ്ടി സ്റ്റാർട്ടാക്കി ചെയ്തിട്ടു. അപ്പോൾ എല്ലാം സെറ്റാണ്, ഓക്കെയാണ്. അപ്പോൾ നമുക്ക് ഈ മഹീന്ദ്രയുടെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഓൺലൈൻ അവരുടെ M2 Mall എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. അതിൽ കയറി നമുക്ക് ഓർഡർ ചെയ്ത പാർട്സും എല്ലാ കാര്യങ്ങളും നമുക്ക് വീട്ടിൽ കൊണ്ട് ഡെലിവറി ചെയ്യുന്നതായിരിക്കും. അത് നല്ലൊരു കാര്യമാണ് മഹീന്ദ്രയുടെ. നമുക്ക് പാർട്സ് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 2 ആഴ്ച മാക്സിമം അത്രയും മതി സാധനം ഇപ്പോൾ എത്താൻ. ഇങ്ങനത്തെ ഒരു സമയത്ത് 2 ആഴ്ച 2.5 ആഴ്ച കൊണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ എത്തുന്നുണ്ടാവും. ആൻഡ് BS6 മോജോയുടെ അപ്ഡേറ്റ്സ് ആയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. എന്തായാലും നമുക്ക് BS6 മോജോയുടെ ലോഞ്ച് ആയിട്ടുണ്ട്, ബുക്കിംഗ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വീഡിയോ പെട്ടെന്ന് തന്നെ പ്രതീക്ഷിക്കാം. BS6 മോജോയിൽ നമുക്ക് എന്തൊക്കെ പുതിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കുക എന്നുള്ള കാര്യം. സോ അതായിരുന്നു എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫോർഗെറ്റ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ബെല്ലൈക്കൻ ഞെക്കുക. അടുത്ത വീഡിയോ വരുമ്പോൾ ബെല്ല് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സൈൻ ഓഫ് ചെയ്യണം. മറ്റാരും നിങ്ങൾ സ്വന്തം കൊച്ചി മച്ചാൻ. ബൈ. ഈ കുഴപ്പമൊന്നുമില്ല, വെറുതെ പുതിയത് ഓർഡർ ചെയ്തു. പോയി ഗൈസ്, 166 റുപ്പീസ് പോയി. ഇതെന്തായാലും പിന്നേലും ഉപയോഗിക്കാം.